അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് കളറായിട്ട് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. ചിരി ചൊരിയുന്ന ഒറ്റയാൾ പടയാളികളുടെ ഈ വലിയ പോരാട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാൾക്ക് നാൾ കൂടുതൽ പ്രതിഭയുള്ളവർ ഈ വേദിയിലെത്തുന്നു. അവരുടെ പ്രതിഭാവിലാസങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഫൺ ബേബി ഫൺ എന്ന് പറയുന്ന ഈ പരിപാടി നമ്മൾ പുറത്തിറങ്ങുമ്പോഴും കാണുമ്പോഴും എല്ലാം പലരും മികച്ച അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിലെ ഒരു വിശിഷ്ടാതിഥിയെ ക്ഷണിക്കേണ്ട സമയമാണിത്. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഇത്രയും ഐശ്വര്യമായി ഇത്ര എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ അതിന് കാരണക്കാരനായ, അന്ന് തിരിതെളിയിച്ച് ഈ പരിപാടി തുടങ്ങിയ ഒരാൾ, മലയാള സിനിമയിൽ അന്ന് പറഞ്ഞതുപോലെ തന്നെ രചന, സംവിധാനം, നിർമ്മാണം, സിനിമയ്ക്ക് വേണ്ടി സ്റ്റുഡിയോ ഉണ്ടാക്കല്, ഒരു നാഷണൽ അവാർഡ്, 2 സ്റ്റേറ്റ് അവാർഡ് തുടങ്ങി അരങ്ങിൽ നിന്നും ഒരാൾക്ക് എത്രയെത്ര ഉയരങ്ങളിലേക്ക് എത്താം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ കലാകാരൻ, അഭിനേതാവ്, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ സാർ. സാർ, ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടിയിലേക്ക്. തമാശയുടെ ഒരു വലിയ ഡ്രോബാക്ക് ആയിട്ട് എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു തമാശ നമ്മൾ ആലോചിച്ചു, നമ്മൾ എഴുതി, നമ്മൾ റെക്കോർഡ് ചെയ്തു, നമ്മൾ പെർഫോം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പകുതി കഴിയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ജഡ്ജ്മെന്റ് പോവും. അത് ഈ തമാശ വീണ്ടും 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 കേൾക്കുമ്പോൾ അതൊരു തമാശ അല്ലാതാകുന്ന ഒരു പ്രോസസ്സ്. പാട്ടൊന്നും അങ്ങനെ ആകില്ല. 50 വർഷം കഴിഞ്ഞാലും ആ പാട്ട് അതുപോലെ ഇരിക്കും. തമാശ അങ്ങനെയല്ല. അത് ആദ്യം കേട്ട ചിരി രണ്ടാമതുണ്ടാകില്ല. സാറൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളുടെ തമാശകൾ കാലം കഴിയും തോറും വീണ്ടും വീണ്ടും കണ്ടും കാണാപ്പാടം പഠിച്ചും വീണ്ടും കണ്ടിട്ടും ആളുകൾ അത് കാണുമ്പോൾ ആദ്യം ചിരിച്ച അതേ ചിരി ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ അതിന് ടെക്നിക്ക് ഒന്നും ഇല്ലായിരുന്നു, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഒന്ന്, നമുക്കിത് ആദ്യം നമ്മള് ഇരുന്ന് എഴുതി സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ അന്ന് അതിനൊക്കെ മുമ്പ് പോലെ തന്നെ തുടങ്ങും. ഇതിന്റെ കഥ പറച്ചിൽ തുടങ്ങും. അത് ഫ്രണ്ട്സിനോട്, പിന്നെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനോട്, പിന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കും. അപ്പൊ ഈ ആദ്യം ഉണ്ടായിരുന്ന ചിരിയൊക്കെ ഈ വായിക്കുമ്പോൾ തന്നെ കുറയാൻ തുടങ്ങും. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന ചിരി ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമ്മൾ അതിൽ കൃത്യമായിട്ട് അനുഭവിച്ച് പഠിച്ചു. ഇത് ഇത്രയൊക്കെ ഉള്ളൂ, അതിനകത്ത് പേടിക്കാനില്ല. നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു തീരുമാനം അത് എഴുതിയ സമയത്ത് നമുക്ക് തോന്നിയത് ഇങ്ങനെ ചിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചിരി അവിടെ ഉണ്ട്, ഇവിടെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് അതിനകത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നൊരു തോന്നല അന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കാലങ്ങളനുസരിച്ച് മാറുന്നതിനെ പറ്റി, സിനിമകളുടെ സ്വഭാവവും തമാശകളുടെ സ്വഭാവമൊക്കെ മാറുന്നതിനെ പറ്റി മാറിയിട്ടും ഈ സിനിമകൾ ഇപ്പോഴും നിലനിൽക്കുന്നു, ഓർക്കുന്നു, ചിരിക്കുന്നു, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. മാറുന്നതിനെ പറ്റിയല്ല. അതിന്റെ ഇക്വേഷൻ എന്താണ്? അത് ഞാനൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടിയല്ല, പക്ഷെ അത് പറയാൻ രസമായതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ എന്റെ അടുത്തൊരു പത്രക്കാരൻ വന്നിട്ട് ചോദിച്ചു, അതെ ഈ ആർട്ട് സിനിമകളുണ്ട്, അങ്ങനത്തെ സിനിമകൾ അതങ്ങനെ ഉണ്ട്, നിങ്ങളുടെ ഈ തമാശ കൊമേഴ്ഷ്യൽ പടങ്ങളുണ്ട്, ശരിക്കും എന്താണ് തമ്മിലുള്ള വ്യത്യാസം? 2 സിനിമയല്ലേ, 2 കഥകളല്ലേ പറയുന്നത്? ഒന്ന് കൊമേഴ്ഷ്യൽ, നിന്ന് ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് അത് വേറെ ഒന്നല്ല, നമ്മളൊക്കെ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ സിനിമയാണ്. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം അപ്പോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. നമ്മുടെ ഗോഡ് ഫാദറെ കണ്ടു കഴിഞ്ഞാൽ ആളുകളൊക്കെ ചിരിക്കുമായിരിക്കും. പക്ഷെ അത് പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചിരിയുടെ അളവൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമൊക്കെ നിൽക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ ആർട്ട് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ആദ്യം ഇറങ്ങുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കണ്ടാലും അതേ ബോറിംഗ് ഉണ്ടാവുകയാണ്. അത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അതാണ് ക്ലാസിക്കും കൊമേഴ്ഷ്യലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞാൽ അതിനകത്ത് കാര്യമാക്കേണ്ട കാര്യം അല്ല. കാര്യം എന്നാൽ നമുക്ക് ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ളതും ഒരു ആർട്ടായിട്ടുള്ള സ്റ്റാൻഡപ്പുകളും കാണാം. വാ പൂന്തോട്ടത്തിലെടുത്തത് മതി. ഓക്കെ സാർ, ഓക്കെ. ഇതിപ്പോ നമ്മൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഫ്ലോർ അല്ലേ, ഇവിടെ നിന്ന് കുറച്ച് പോസ് ചെയ്യാം. ഇത് നല്ല ലൊക്കേഷൻ അടിപൊളിയായിരിക്കും. നമ്മുടെ കൊച്ചി ഇതൊക്കെ ഒന്ന് കാണണല്ലോ. ഞാൻ എങ്ങനെ എവിടെ സാറ് ഒന്ന് ജസ്റ്റ് ഈ വയറിലൊന്ന് എടുത്തോ. അടിപൊളി. മോള് വെച്ച്
സാർ ഒന്ന് തിരി ഇങ്ങോട്ട് തിരിയാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ ഒരു ബസ്. ഇത് അതെ വീഴരുത്. അടുത്ത പോസ് ഏതാണെന്ന് ആലോചിക്കണം. നമുക്കൊരു നല്ല സാർ ആലോചിച്ചോ ഏത് പൊസിഷൻ ഞങ്ങൾ എടുത്തു തരും? ആലോചിക്കേ. നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് 1-2 ഫോട്ടോ എന്റെ ഒന്ന് എടുത്തു തരുമോ? ആദ്യം ഇതൊന്ന് കഴിയട്ടെ കേട്ടോ, എന്നിട്ട് എടുത്തു തരാം. സാർ ആലോചിക്കേ. എന്താണ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ആണല്ലോ. അതെ ഉഷാരെടുത്ത് സാർ. നമ്മുടെ ആര്യ മേഡത്തിന്റെ ഗർഭകാല ഫോട്ടോസുകൾ നമ്മൾ എടുക്കുകയാണ്. കുട്ടിയുടെ ഓരോ വളർച്ചയും ഓരോ മാസത്തെ വളർച്ച നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുക. അതെ, ഓരോ മാസം അറിയാൻ സ്കാൻ ചെയ്യുന്നതാ നല്ലത്. സ്കാൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവൾക്ക് ഇത് ചെയ്യണമെന്ന് നിർബന്ധം. ഞാൻ പ്രശസ്ത സംവിധായകൻ പ്രശസ്തൻ. ഞാന് ഇവൻ അത്ര പ്രശസ്തനൊന്നല്ല, പക്ഷെ ഇവനെ കൊണ്ടാണ് ഞാൻ പ്രശസ്തനായത്. ഇവന് പണിയറിയേ, അതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? സത്യത്തിൽ ഇവിടേക്ക് വന്ന് കേറിയപ്പോ ഗേറ്റിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ സാധനം ഞാൻ എടുത്തു എന്നുള്ളത് സത്യമാണ്. അത് സെക്യൂരിറ്റിക്കാരൻ കാണുകയും ചെയ്തു, കണ്ട പാടെ തന്നെ എടുത്തോടത്ത് തന്നെ ഞാൻ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മേലത് ആവർത്തിക്കില്ല. ഞാൻ അതല്ല ചോദിച്ചത്. ഇതുപോലെ വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ടോന്നോ? അതേ തുള്ളൂ. നമ്മുടെ ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, എന്തിന് ഹിന്ദിയിലുള്ള ദീപിക പതുക്കോണ്ട് സേവ് ദ ഡേറ്റ് വരെ ഞാനല്ലേ എടുത്തേക്കണത്. ഞാൻ ഇതൊക്കെ അന്വേഷിക്കുവേ. അന്വേഷിക്കണ്ട, നുണയാണ്. വെറുതെ തള്ളിന്നുള്ളൂ. അപ്പൊ സാറ് പൊസിഷൻ നമ്മൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷെ എന്റെ രീതി അങ്ങനെയല്ല, ആരും കാണാതെ എടുക്കണം. അതിനാണ് മോഷണം എന്ന് പറയുന്നത്. അതിന് 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. എല്ലാ കാര്യമുള്ള കാര്യമാണ്. എന്റെ പൊന്നു ബേബി സാറേ, നമ്മൾ ഈ സാധാരണ ഫോട്ടോഗ്രാഫർമാരിൽ നിന്ന് ചറവറ ഫോട്ടോ എടുക്കണ മാതിരിയല്ല ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ രീതി എങ്ങനെ? ഫോട്ടോയ്ക്ക് ജീവൻ വേണമെങ്കിൽ ഒരു കഥ വേണം. എങ്കിൽ ഞാനൊരു കഥ പറയാം. അതായത് ബേബി സാർ അവിടെ നിന്ന് ഓടി വരുന്നു, ആര്യം മേഡം അവിടെ നിന്ന് ഓടി വരുന്നു. രണ്ടുപേരും കൂടി ഓടി വരുന്ന കഴിയുമ്പോഴത്തേക്കും ഒരു സ്ലോ മോഷൻ ഇങ്ങനെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഡും എന്ന് പറഞ്ഞു കൊച്ചു പറക്കുന്നു. കൊച്ചു പിറക്കായിരിക്കും, പക്ഷെ കൊച്ചു പിറന്ന ഉടനെ ഡുംന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഈ കഥ വേണ്ട. അയ്യേ, നിങ്ങൾ വേറെ നല്ലൊരു കഥയും കൊണ്ട് വന്നിട്ട് ഇനി ഷൂട്ട് ചെയ്താൽ മതി. മാഡം, ഞാൻ നാളെ അതിരാവിലെ തന്നെ നല്ലൊരു കഥയായിട്ട് വരാം. ഇത്ര പെട്ടെന്ന് കഥ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഈ വർക്ക് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളെ പറ്റി നല്ലൊരു കഥയുണ്ടാക്കി നാളെ രാവിലെ വരും. ഈ വർക്ക് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ പറ്റി പല പല കഥകൾ ഞങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞുണ്ടാക്കും. കഥ ഉണ്ടാക്കിയിട്ട് വരാം. ചേട്ടാ, കഥ ഉണ്ടാക്കിയിട്ട് വരട്ടെ എന്നാ നാളെ രാവിലെ. നല്ല കഥയായിരിക്കും, നല്ല കഥയായിരിക്കും. നാളെ വരാം. അതെ, നിങ്ങൾ പോണേല്ലേ? എന്റെ 1-2 ഫോട്ടോ കൂടി എടുത്തിട്ട്. വിവാഹം കഴിഞ്ഞാണോ? അല്ല, ആദ്യം റോഡ് വെട്ട്, എന്നിട്ട് നമുക്ക് ടാറിടാട്ടാ. ഓക്കെ, പറഞ്ഞ സംഭവം മനസ്സിലായില്ല. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ തൃശൂർ ഭാഷകളെല്ലാം വിട്ടുപൊട്ടിക്കാനായിട്ട് എത്തുന്നു ജോസ് ഫ്രം തൃശൂർ. ജോസേ, പറഞ്ഞ് കയറ്റി വെച്ചേക്കണ്ടോ തൃശ്ശൂർ ഭാഷയിൽ അമിട്ട് പൊട്ടിക്കുമെന്നൊക്കെ? പൊട്ടിച്ചില്ലെങ്കിലാണ് എനിക്ക് പേര്. ആ. പൊട്ടിച്ചില്ലെങ്കിലാണ് എനിക്ക് പേരെന്നോ? പൊട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് പോകുന്നോ? പറഞ്ഞില്ലേ, പേര് ദോഷം എന്നാ ഉദ്ദേശിച്ചത്. മുഴിപ്പിക്കാൻ പറ്റില്ല സ്പീഡ് കാരണം. ലാലേട്ടന്റെ ആ സതി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഞാൻ കണ്ടായിരുന്നു. അതില് കിടിലൻ ക്യാരക്ടറായിരുന്നു. കാപ്പശിവന്ന് അല്ലേ? ക്ലൈമാക്സിലെ ഫൈറ്റ് ഒക്കെ കിടിലനായിരുന്നു. ജോസ് തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂര് ഒരുപാട് പേരുണ്ട് ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവര്. ഉണ്ട്. പിന്നെ എനിക്ക് തൃശ്ശൂരുകാര് സത്യത്തില് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് ദേഷ്യം ഫീൽ ചെയ്യുന്നു. എന്നോട് എന്തോരം ദേഷ്യപ്പെട്ടാലും അത് ഫീൽ ചെയ്യുന്നില്ല. സ്നേഹം തോന്നുന്ന വാക്കുകളാണ് അവരുടെ. അത്രേ ഉള്ളു. വഴക്കൊക്കെ ഇടുന്ന കണ്ടാലും നമ്മള് കുറെ നേരമൊക്കെ നിന്ന് എന്തിട്ടേ നീ ഒരു തേങ്ങ ചെയ്യേ. തേങ്ങയൊക്കെ ഇപ്പോഴും തെറിയായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോ ഇത് പറയുമ്പോ ഇന്നസെന്റ് ഏട്ടനെ ഞാൻ ഓർക്കണം. ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുന്ന ഒരാള് നർമ്മം ഇങ്ങനെ നിരന്തരം അല്ലെ വർത്താനം പറയുന്നത് നമ്മൾ വെറുതെ കേട്ടോണ്ടിരുന്നാൽ നമ്മൾ ഒരുപാട് ചിരിക്കുമായിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി കൊണ്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവിടെ വളർന്നു എന്നുള്ള കാരണം കൊണ്ട് ഇപ്പം തനിക്കൊക്കെ ആ ഭാഷയാണ്. അത് വളരെ അനുഗ്രഹമാണ് കോമഡി. തൃശ്ശൂർ ഭാഷയിൽ കോമഡി പറയുന്നത് എളുപ്പമാണ്. അതെ, ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. അതുകൊണ്ട് നന്നായിട്ട് പറയും. ലാലേട്ടാ, ഞാനൊരു ഒറ്റയാനാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ആൺകുട്ടി. ഞാനെന്താ പ്രണയിക്കാത്തതെന്നറിയോ? പ്രണയിച്ച് എന്നിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് കാരണമാണ്. ഈ പ്രണയിച്ചിട്ടുള്ളവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും നീ ഒന്ന് പ്രണയിച്ചു നോക്ക്, അപ്പൊ തന്നെ നിന്റെ കഴപ്പം കൂടി മാറുന്നു.
അവരൊരു ഡേഞ്ചർ സോൺ നമുക്ക് തരുമ്പോ നമ്മൾ എന്തിനാണ് വെറുതെ കയറി പ്രണയിക്കാനൊക്കെ പോകുന്നത്? ഒരു മുറി, ഒരു ബാത്റൂം, ഒരു ഫോണ്, അതാണ് എന്റെ സ്വർഗം. സമാധാനപരമായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ പറയുന്നത്. അങ്ങനെ ഈ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒറ്റയാനായിട്ടുള്ള എന്റെ ലൈഫിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പെൺപിള്ളേർ ഇങ്ങനെ കടന്നു വരും. അവര് കടന്നു വരുമ്പോ പറയുന്ന ഡയലോഗുകളാണ്: നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കും, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിട്ടില്ലടാ, നിന്നെ ഞാൻ മറ്റേ ഭയങ്കരമായിട്ട് കയറിയും, നിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കൂടി ഉണ്ടാവുന്നു. ചിരിക്കരുതിട്ടാ, ആരും ചിരിക്കരുത്, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇത് നിങ്ങൾ പലരും മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും, ചിലരിപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും. മുമ്പ് കേട്ടുള്ളവർക്ക് ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ കേൾക്കുന്നവർക്ക് അതൊരു പ്രണയമായിട്ടായിരിക്കും തോന്നുക നിങ്ങൾക്ക്. പക്ഷെ കുറച്ചായിട്ട് കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒറ്റയാനായിട്ട് ജീവിക്കുന്ന എന്റെ ജീവിതത്തിലോട്ട് ഇപ്പം പിള്ളേർ കടന്നു വരുമ്പോ ഞാൻ അവരോട് പറയും: എന്റെ പൊന്നു സഹോദരി, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോണ്ട് എനിക്ക് സമാധാനമാണ് വലുതെന്ന്. പക്ഷെ അവര് നമ്മളെ സമ്മതിക്കില്ല. അവര് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി നമ്മൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കും. ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കുമ്പോ മനസ്സിലല്ലേട്ടാ, നമ്മൾ തിരിച്ചങ്ങോട്ട് സ്നേഹിച്ചു പോവും. പിന്നെ നമ്മുടെ സ്നേഹം ഇങ്ങനെ കൂടി കൂടി വരും. അതോടൊപ്പം അവരുടെ സ്നേഹം ഇങ്ങനെ കുറഞ്ഞ് അടിയേക്ക് പോയിക്കൊണ്ടിരിക്കും. അവര് ഈ അടിയേക്ക് പോകുന്നതിനനുസരിച്ച് സ്നേഹത്തിന്റെ ഒരു വാരിക്കുഴി കുഴിച്ചാണ് പോവുക. അവസാനം ഈ ഒറ്റയാൻ ആ വാരിക്കുഴിയിൽ വീഴും. ഈ വാരിക്കുഴിയിൽ വീണു എന്ന് മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ പെൺപിള്ളേർ നമ്മുടെ അടുത്ത് ഒറ്റ ഡയലോഗ് അടിക്കും: നീ ഞാനില്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണത് എനിക്ക് കാണടാന്ന്. എന്റെ പൊന്നു രമേശേടാ, ഞാൻ ഓൾറെഡി ഒറ്റയ്ക്കായിരുന്നില്ലേ? ഇവള് മുമ്പ് വന്നാലും ശരി, ഇവള് പോയാലും ശരി, ഞാൻ ഓൾറെഡി ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആ വാരിക്കുഴിന്നൊക്കെ മെല്ലെ ഇങ്ങനെ കടന്ന് വീണ്ടും സമാധാന ജീവിതത്തിലേക്ക് കടക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ ആ വഴിയിലോട്ട് ഇങ്ങനെ പോകുമ്പോ അടുത്തോള് വരും: നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കും, നിന്നെ ഞാൻ ഒരുപാട് കയറിയും, നിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുതലിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആ ഡയലോഗ് കേൾക്കുമ്പോ നമുക്ക് ചിരി വരൂട്ടാ. കാരണം ആദ്യത്തെ അടിക്ക് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ, പിന്നെ അടി കിട്ടുമ്പോ അതിൽ നമുക്കൊരു ഹാപ്പിനെസ് ആണ് ഉണ്ടാവുക. കാരണം ഇതിന്റെ ക്ലൈമാക്സ് എന്താ സംഭവിക്കാൻ പോണേന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. കാരണം ഒരു 5-10 വട്ടം വാരിക്കുഴിയിൽ വീണ്ടും ഒറ്റയാനാണ് ഞാൻ. നമ്മുടെ ആൺപെൺ സുഹൃത്തുക്കളായാലും ശരി, ഈ കാമുകന്മാരായാലും ശരി, നിങ്ങളുടെ ആദ്യത്തെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തേക്കണം, നല്ലതാണ്. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള പ്രണയാർത്ഥമായിട്ടുള്ള ഡയലോഗുകള് പത്മരാജൻ സാറ് തൂവാനത്തുമ്പിയുള്ള പോലെ എഴുതിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അപ്പൊ ആ ചാറ്റിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയദർശൻ സാറിന്റെ താളവട്ടം, ചിത്രം, വന്ദനം പോലെയൊക്കെ ആയിരിക്കും. ഇന്നാളൊരു ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് കുളിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നിട്ടാണ് പോയത്. ഫോൺ അൺലോക്ക് ആർന്നില്ല കേട്ടോ. മലയാളികളുടെ സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ളത്. ഞാൻ അതുപോലെ തന്നെ ചെയ്ത് ഇപ്പൊ കൂടുതലായിട്ട് പ്രണയം പൂക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ഏത് ഗ്രാമം? ഇൻസ്റ്റാഗ്രാമേ. അങ്ങനെ ഞാൻ അവന്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കി. ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോഴാണ് അതിന്റെ മെസ്സഞ്ചർ എടുത്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, രമേശ് ചേട്ടാ, അതൊരു മെസ്സഞ്ചർ ലിസ്റ്റ് അല്ല, അതൊരു ലേഡീസ് ഹോസ്റ്റലാന്ന്. കാരണം അതില് ഫുള്ള് ഗേൾസ് ആൻഡ് ലേഡീസ് ആയിരുന്നു. നിക്കറിട്ട ഗേൾസ് മുതൽ നെറ്റിട്ട ആന്റിമാര് വരെ എന്തായിരുന്നു. സത്യമായിട്ടും അതിലെ ഗേൾസിന്റെ നെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ: അലീന, ലീന, ലന, അലീനി, ജിനി, ജെനി, റെനി, ഫെനി, ടീനി, മിനി, സിനി, ബിനി, ബിൻസി, ജിൻസി, ജെൻസി, വിൻസി, ഐഷ, അമിന, അജിന, പത്ത്, അച്ചു, കിച്ചു, ലച്ചു, വിച്ചു, ജിയ, റിയ, ലിയ, മിയ, സിയ, നിയ, കാവ്യ, നായലട്ട, നവ്യ, മായ, ലയ, ജയ, ദിയ, ദിയ, ദിവ്യ, ദീപ, രമേശട്ട, ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന പോലെ ഇങ്ങനെ പടപടപടന്ന് നിരന്ന് കെടുക്കാണ് അവന്റെ മെസ്സഞ്ചർ ലിസ്റ്റിൽ ഗേൾസിന്റെ നെയിമോള്. പിന്നെ ഇത് മാത്രല്ലാണ്ട് സെലിബ്രിറ്റികളായിട്ടുള്ള അനശ്വര രാജൻ, മമിത ബേജു, സാനിയപ്പൻ, എന്തിനാരെ പറയുന്നു, നമ്മുടെ ഈ ആര്യ ചേച്ചിക്ക് വരെ അവൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇജാതി ജംഗിൾ കോക്ക്, കാട്ടുകോഴിന്നേ. ഇതൊക്കെ നോർമൽ നെയിമാന്ന് വിചാരിക്കാം. പക്ഷെ ചില ഇംഗ്ലീഷിൽ ചില വെറൈറ്റി പെൺപിള്ളേരുടെ നെയിം ഒക്കെ ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ഐക്കില്ലർ ആര്യ, മാറ്റ്ക്യൂ, നമ്മു, വൈറ്റ് ഡ്രാഗൺ ഗേള്, റോക്കറ്റ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതിന്റെ മലയാളം തർജ്ജമ ഒന്ന് ചെയ്തു നോക്കി. ഐക്കില്ലർ ആര്യ, കണ്ണുകൊലയാളി ആര്യ, മാത്യു നമ്മു, ഭ്രാന്തരാജ്ഞി അമ്മു, വൈറ്റ് ഡ്രാഗൺ ഗേള് ഒരു വെളുത്ത വ്യാളി പെണ്ണ്, റോക്കറ്റ് ഗേള് ഒരു വാണപ്പെൺകുട്ടിന്ന്. എന്താലേ. പിന്നെ അവന്റെ മെസ്സഞ്ചർ ലിസ്റ്റിലെ ചില അക്കൗണ്ടുകൾക്കൊക്കെ സെയിം നെയിമാണ് ഇൻസ്റ്റാഗ്രാം യൂസർ. കാരണം ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കൊറെണ്ണം മറ്റേ ബ്ലോക്ക് ചെയ്ത് പോയേക്കണതാണ്. ഇപ്പൊ ആർക്കും മെസ്സേജ് അയക്കുമ്പോഴും ആദ്യം കൂയ് കൂയ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുക. കാരണം ഇവൻ കോഴിയാണല്ലോ, പിന്നെ പൊക്കരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രല്ല, ഇവന്റെ മെസ്സഞ്ചർ ലിസ്റ്റ് നമ്മൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടാൽ നമുക്കൊരു പാട്ടിന്റെ ബീറ്റ് വരെ അടിക്കാം.
ഒരു കൂയി അങ്കിട് വിട്ട ഒരു ഹായി തന്നൂടെ കൊയ് 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 ഒരു കൂയി അങ്കിട് വിട്ട ഒരു ഹായി തന്നൂടെ കൊയ് 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 വേണമെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം. അതാണ് ഇവന്റെ മെസ്സഞ്ചർ ലിസ്റ്റിന്റെ അവസ്ഥ. ഇവന്റെ മെസ്സഞ്ചർ ലിസ്റ്റിലെ പെണ്ണുങ്ങളോടുള്ള ആക്രാന്തവും അഭിനിവേശവും കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ അവരുടെ സത്യം പറഞ്ഞ ഞാൻ ടയേർഡായി, ഞാൻ ചക്രമായി പോയി. ഞാൻ എന്നിട്ട് ആ നോക്കൽ നിർത്തി. കാരണം അശ്ലീല സാഹിത്യകാരന്മാര് പോലും തോറ്റു പോകുന്ന രീതിയിലുള്ള ചാറ്റാണ് അവൻ നടത്തിയിരിക്കുന്നത്. അതിന്റെ പേര് പ്രണയം എന്നല്ല വേറെ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനി കൂടുതൽ നേരം അവന്റെ ഫോൺ നോക്കാനുള്ള ചാർജ് അവന്റെ ഫോണിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രല്ല ഇനി കൂടുതൽ നേരം ഇവിടുന്ന് സംസാരിക്കാനുള്ള ചാർജ് ഞാൻ എന്ന ഡിവൈസിലില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഈ സ്റ്റാൻഡപ്പ് കോളേജ് നിർത്താൻ പോണേറ്റ് മുമ്പ് എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. 1, ഒറ്റയാന്മാരെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുക. 2, നിങ്ങളെല്ലാവരും എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്യണട്ടാ. എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് ഭക്ഷണവേട്ടക്കാരൻ ജോസുട്ടൻ. പ്രണയം, ഭക്ഷണത്തിനോട്, ലവ്, ഫുഡ് അടിക്കാൻ, കാതൽ, ചാപ്പിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ. എനിക്ക് പ്രണയം ഭക്ഷണത്തിനോടാണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പെണ്ണും ഫുഡും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമസ്കാരം. മൈ നെയിം ഈസ് ജോസ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ജോക്സ്. സൈനിങ് ഓഫ്. താങ്ക് യു. ജോസിന്റെ പ്രകടനം വളരെ നന്നായിരുന്നു. ജോസ്, എനിക്ക് നിങ്ങളോടൊക്കെ തോന്നുന്ന റെസ്പെക്ട് എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും ഇത് കുറച്ചധികം സമയമുണ്ടല്ലോ, നിങ്ങൾ ഇത്രയും നേരം ഇത് കാണാപ്പാടം പഠിച്ച് ഇതിങ്ങനെ ഇന്നടത്ത് വഴിയിൽ തുടങ്ങി ഇന്ന മാറ്റർ പറഞ്ഞ് അതിനകത്ത് ഇന്ന വിറ്റ് ഇന്നടത്ത് എത്തിച്ചെന്ന് പറഞ്ഞ് പോകുന്ന ഒരു ആർട്ട് ഉണ്ടല്ലോ, അതാണ് ഈ കല. ഓഫ് കോഴ്സ് പലരും കഥകൾ, എൻ്റെ ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞു പോകുന്ന കഥകൾക്ക് നമുക്കൊരു കഥ ഓർത്താൽ പിന്നെ നമുക്ക് പ്രതിഭയുണ്ട് അത് പ്രസന്റ് ചെയ്യാം. പക്ഷെ ഇത്രയും വാക്കുകൾ അടുക്കിയിട്ടുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും അത് ഓർക്കുന്നത് ഒരു പ്രത്യേക പ്രതിഭയാണ്. അത് നിങ്ങൾ ചെയ്തു. കുറേ അധികം പെണ്ണുങ്ങളുടെ പേര് താൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതിനകത്തൊക്കെ ഒരുപാട് കഥകളുണ്ട്. കൂയി അയച്ച് മാത്രം ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ആ കൂയിയുടെ ഒരു വിറ്റ് വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു. കൂയിന്ന് മെസ്സേജ് അയക്കുന്നതിന്റെ ഒരു കാര്യം, ആ സ്ത്രീകളുടെ പേര് പറഞ്ഞതൊക്കെ വളരെ രസം. അത് എങ്ങനെ പഠിച്ചു അത്രയും പെണ്ണുങ്ങളുടെ പേര്? അതിനെ ഒരു GRE ALIMSC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈ എന്നെ വരുന്നുണ്ടല്ലോ. അലീന, ലീന, പിന്നെ ഒരു കുറച്ച് ലെന, അലീന, ലീന, ലെന, പിന്നെ ലിനി കഴിഞ്ഞ ജിനി, ജെനി, റെനി, ഫെനി, ടിനി, മിനി, സിനി, ബിനി, പിന്നെ ബിനി കഴിഞ്ഞ ബിൻസി, ജിൻസി, ജെൻസി, വിൻസി. ഇല്ല ഇത് അങ്ങനെ കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന ഇത് അനുഭവത്തിൽ നിന്നും മാത്രം ഉത്ഭവിക്കുന്ന കഴിവാണ്. അടിപൊളിയായിരുന്നു, പരിപാടി ഗംഭീരമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കേൾക്കാൻ തന്നെ ഒരു എന്താ പറയാ ഒരു കവിതയൊക്കെ ചൊല്ലുന്നു, അല്ലെങ്കിൽ ചില റാപ്പ് സോങ് ഒക്കെ കേൾക്കുന്ന പോലെ തോന്നുന്നു. താളത്തിലിങ്ങനെ താളനിബിഡമായിട്ട് വരുന്നത്, അതിനകത്ത് നല്ല രസമുള്ള തമാശകളുണ്ട്. മൊത്തത്തില് നല്ല സുഖമുള്ള പരിപാടിയായിരുന്നു, നല്ലൊരു എൻഡും ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായി. നല്ല പ്രകടനമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സ്പീഡിൽ പഠിക്കാൻ കാണിച്ചൊരു നല്ല മനസ്സുണ്ടല്ലോ. കഷ്ടപ്പെട്ട് വേണം വരാനായിട്ട് ഇവിടെ. കാരണം നമ്മളൊരു ചെറിയ സമയം നമ്മൾ പെർഫോം ചെയ്യുന്നുള്ളൂ. ആ പെർഫോം ചെയ്യുന്ന ടൈം ഭംഗിയായിട്ട് ചെയ്യാൻ വേണം, അത് നല്ലോണം പഠിച്ച് തന്നെ ചെയ്യാൻ വേണം. അപ്പൊ അത് ജോസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതെ, ആദ്യം തന്നെ നമ്മൾ ടൈറ്റ് വെക്കണം, പിന്നെ മിഡ് വെക്കണം, അത് കഴിഞ്ഞിട്ട് വൈഡ് വെക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ക്യാമറ എടുത്ത് ബാഗിൽ വെക്കണം. അത് മറക്കരുത്. മാഡം, ഞങ്ങളൊരു സൂപ്പർ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് എന്താ കാര്യം? ലാൽ സാറിന്റെ അടുത്ത് പറ. അയ്യോ, ആള് മാറിപ്പോയി, ക്ഷമിക്കണം. അയ്യോ ബാബാ, ഞാൻ ബേബി സാറിന് എനിക്ക് മനസ്സിലായി കഥ പറയാൻ ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നേ. ഞാൻ അറിഞ്ഞായിരുന്നേ. അതെ, നിങ്ങള് ചെയ്തത് കറക്റ്റ് റൂട്ടിലല്ല. അല്ല, ഞങ്ങൾ ചെയ്ത് തുടങ്ങാൻ പോണുള്ളൂ, കഥ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാനാണ് ഇവിടുത്തെ ആളിന്റെ ആള്. എന്ന് വെച്ചാ ആളിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആളാരാ? ഇവിടുത്തെ ആള് ബേബി സാറ്. അപ്പൊ ബേബി സാറിന്റെ ആളിന്റെ ആള് അതാണ് ആളിന്റെ ആള്. അത് ശരി. അപ്പൊ നിങ്ങള് ഇപ്പൊ മോഹൻലാലിനെ കാണാൻ പോകണമെങ്കിൽ ആദ്യം ആന്റണി പെരുമ്പാവൂരിനെ സമീപിക്കണം. അല്ല, അതൊരു കീഴ്വഴക്കാണല്ലോ. ഇവിടെ ബേബി സാറിനെ കാണണമെങ്കിൽ ഈ മാനേജർ ചക്രവാണിയെ സമീപിക്കണം. ഓ, സിസ്റ്റത്തിലൂടെ പോണം. അത് സിസ്റ്റം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുന്നോ അത് പപ്പാതിയാക്കാം, പകുതി. നമുക്കിപ്പോ ഇത് ടോട്ടല് നമുക്കൊരു 6 ലക്ഷം രൂപ വരും. 6 ലക്ഷം? അല്ല സാറേ, ഞങ്ങള് മുകളിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് കഥ ഉണ്ടാക്കണം, അവിടെ വയ്ക്കണം. ഇതൊക്കെ ഭയങ്കര പ്രശ്നം. 6 ലക്ഷത്തിൽ സാറേ ഒന്നും പറയണ്ട സാറേ, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഒന്നും പറയണ്ട. ഒരു 8 ലക്ഷം പറ.
എന്നാലേ പങ്കുവെക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഓക്കെ ഇട്ട് ഓക്കെ ആണല്ലോ? പകുതിക്ക് പകുതി. പകുതി. ഓക്കെ ഇപ്പൊ സംഗതി സിസ്റ്റമാറ്റിക് ആയി. ഓക്കെ ഇനി ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ എല്ലാം ഓക്കെ. വേറെ ഡിസ്കസ് ആയിരുന്നു സാറേ. ഒരു വന്നിട്ടുണ്ട് കഥയായിട്ട്. റെഡിയായോ? കഥ കഥ നല്ല കഥ നല്ല കഥ, നല്ല പിള്ളേരാട്ടോ, നല്ല കഴിവുള്ളവർ. ഞാൻ അന്വേഷിച്ചായിരുന്നു. ചക്രവാണി കേട്ട കഥ ഞാൻ കേട്ടു. ചെറുതായിട്ട് ആ കഥയൊന്ന് പറഞ്ഞു കൊടുക്കണം. കഥ കഥ പറഞ്ഞു കൊടുക്കാം. അതായത് ആര്യ മാഡം ഒരു കട്ടിലിൽ കിടക്കുക. ഈ ജനലയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. ഈ കട്ടിലിൽ ഇങ്ങനെ കിടക്കണ സമയത്ത് നമ്മുടെ ബേബി സാറ് ഓടിന്റെ മുകളിൽ നിന്ന് ഓട ഇളക്കിയിട്ട് ഒരു ഫ്രെയിം ബ്യൂട്ടിക്ക് വേണ്ടി കണ്ണൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കയറുമേക്കട ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് നിക്കണ നേരെ ഈ കട്ടിലിന്റെ ഈ ഫ്രെയിമിന്റെ ഇവിടെ ഇതിങ്ങനെ നോക്കുമ്പോ എന്താ സംഭവം? എന്താണ്? ആര്യ മേഡത്തിന്റെ അരയിൽ ഒരു അരഞ്ഞാണം. പുതിയ സംഭവം. പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു 10 പവനെങ്കിലും മിനിമം വേണം കേട്ടോ ചേട്ടാ. കൂട്ടിക്കോ. കഥ ഓക്കെ അല്ലേ? സ്റ്റാർട്ടിങ് ഇതുവരെ ഓക്കെ. അപ്പൊ നമുക്കിത് പറഞ്ഞങ്ങൾ ഉറപ്പിച്ചാലോ? ഈ വർക്ക് ഇവിടെ ഏൽപ്പിക്കാം. എനിക്ക് ഇഷ്ടമായി. അപ്പൊ നമുക്ക് റേറ്റ് പറഞ്ഞേ ഞങ്ങൾ സംസാരിച്ച് ഉറപ്പിക്കണ്ടേ? ഞങ്ങക്കേ ഇത് നമ്മള് വേണ്ട 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 ഞാൻ വേണ്ട 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 മാറി ഞാൻ സംസാരിച്ചോളാം. അത് സാറേ, ഇവര് വന്ന് എന്റെ അടുത്ത് റേറ്റ് പറഞ്ഞു. ഒരു 10 ലക്ഷമാണ് പറഞ്ഞത്. ഞാൻ കരയെന്ന് കിടന്ന് പിന്നെ ഞാൻ പറഞ്ഞ് 8 ലക്ഷം ആക്കിയിട്ടുണ്ട്. ആണോ? കുഴപ്പമില്ല, പാവങ്ങളല്ലേ. ഫോട്ടോ എടുക്കാൻ നേരത്ത് എന്റെ ഫോട്ടോ പിഷാരുടെ മേളിൽ വരും. സാറിന് ഞങ്ങൾ അറിയാം വല്ലാണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ സാധനം സ്റ്റുഡിയോ കൊണ്ടുപോയി ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അത് കയറ്റി വെക്കില്ല. 8 ലക്ഷം അല്ല, പാവങ്ങളല്ലേ. 10 ലക്ഷം കൊടുത്തു. 10 ലക്ഷം ആക്കിയിട്ടുണ്ട്. അപ്പൊ 5 5 5 5 5 അല്ല അല്ല 5 5 സമയം ലൈറ്റ് പോകും. ഈ സമയം നല്ല ലൈറ്റാ. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒരു ഷോട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഫ്രെയിം വെക്കണതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വരാം. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പൊ എടുത്തോ. കിട്ടുമല്ലോ. അടുത്തതായി മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു അബിൻ മേരിൻ സ്റ്റീഫൻ. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ബേബി സാർ നമസ്കാരം. ഹരി ചേച്ചി ഹലോ. ഹലോ. അബിനെ, അബിൻ ഞാൻ സ്റ്റാൻഡപ്പ് വേദിയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അബിൻ എന്ത് ചെയ്യുന്നു? നിലവില് പരിപാടിയൊന്നുമില്ല. ജോലി നിർത്തി 2 വർഷമായിട്ട് സിനിമ അങ്ങനെ കുറച്ച് കോണ്ടന്റ് റൈറ്റിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കോണ്ടന്റ് റൈറ്റർ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പോയിരുന്നു, ഇപ്പൊ സ്വന്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഏത് ജോലിയാ രാജിവെച്ചത്? ഞാൻ ഓൾറെഡി സെയിൽസ് ഫീൽഡിലായിരുന്നു. 6 വർഷത്തോളം സെയിൽസിലായിരുന്നു. എന്റെ ടൈം ലൈൻ മൊത്തത്തിൽ തിരിഞ്ഞുപോയി. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടാണ് ജോലി നിർത്താറ്. ഞാൻ ജോലി നിർത്തിയിട്ടാണ് സിനിമയിലേക്ക് കയറിയത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സിനിമ ഏതെങ്കിലും ചെയ്തോ ഇതൊക്കെ ചെയ്തിട്ട്? ഒരു ചെറിയ സിനിമയിൽ ഡയലോഗുകൾ ഒരു വേഷം കിട്ടി, മന്ദാകിനി എന്ന് പറഞ്ഞ മൂവിയില്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കോണ്ടന്റ് റൈറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവില്. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യ്. ഓൾ ദി ബെസ്റ്റ്. ഞാനിവിടെ പറയാൻ പോകുന്നത് 2018 ആരംഭിച്ച കാനഡ കഴിഞ്ഞ് UK-ലേക്കുള്ള ആ കുത്തൊഴുക്കിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ UK-ക്കും കാനഡയ്ക്കും പോവാൻ നിൽക്കുന്നവരെ കാണുന്ന എവിടെയാ? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു IELTS-ന്റെ സെന്ററില്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ. ഇവിടേക്ക് ആയിരിക്കുമല്ലോ. എന്നെവിടെയല്ല. പണ്ട് ദൈവമുണ്ടോ കൂട്ടുകാരാ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് എന്നുള്ള വല്ല ഡയറ്റ് വല്ലതും ആണോ? ദൈവം വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ, നീ നിന്റെ പാടൊക്കെ പോടാ പിള്ള എന്നുള്ള മുനിയുടെ കാലത്തെ ബിറ്റ് അടിച്ചുകൊണ്ടിരുന്നവനൊക്കെ കണ്ട അമ്പലത്തിലൊക്കെ പോയി താമസിച്ചിരിക്കുകയാണ്. ഈ ഇറച്ചി കൂട്ടാനുണ്ടെങ്കിൽ മാത്രം പള്ളിയിൽ നേർച്ചയ്ക്ക് പോയതിനൊക്കെ പള്ളിയിലും പോയി കാവലിരിക്കുന്നു. എനിക്കിതിന്റെ അവസ്ഥാനങ്ങൾ തീരെ പിടികിട്ടാറില്ലെന്നേ. നമ്മളിപ്പോ ഈ നാട്ടുപ്രദേശത്ത് കണ്ടുവന്ന മെയിൻ ഒരു പരിപാടിയാണ്, നമ്മുടെ കൂട്ടത്തിലൊരു കൂട്ടുകാരനുണ്ടാവും. ഇവനൊന്ന് പെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഉടുമുണ്ടൊന്ന് പൊക്കിക്കോട്ടെ കൂട്ടുകാരാ എന്ന് വരെ അഭിപ്രായം ചോദിക്കണവൻ ഒരു ദിവസം വന്നിട്ട് പറയാണ്, ഞാൻ നാളെ UK-ക്ക് പോട്ടറാ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്നെ ഈ പറഞ്ഞേ, നീ എന്ത് ഇത് പറയാ? ഞാൻ പറയാ, ഇതൊക്കെ ഒരു സർപ്രൈസ് അല്ലടാ. അല്ല, ഞാൻ ആരാ? വല്ല യൂട്യൂബർ എങ്ങാനും ആണോ? നീ ആരാ? എന്റെ പെണ്ണുമ്പിള്ള വല്ലാണോ? നിനക്ക് ഗർഭം ഉണ്ടെന്ന് വന്ന് തള്ളി പറഞ്ഞാല് പറയാനായിട്ട് ഞാൻ നിന്റെ ഒപ്പം എന്റെ സൂട്ട് കേസ് കയറി വരുമോ? നിന്റെ ഒപ്പം എനിക്ക് മനസ്സിലാവില്ല നീ പറയണേ.
പിന്നെയാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഈ നാടറിഞ്ഞ് കല്യാണം നടത്തിയവനും നാട്ടുകാർ കേൾക്കെ UK പോയേക്കാന്ന് പറഞ്ഞവനും ഏകദേശം ഒരവസ്ഥയാണ്. ഒരു 2 ആഴ്ച കഴിയുമ്പോ തൊട്ട് നാട്ടിലെ കുറെ കാലന് പോലും വേണ്ടാത്ത ശവരപ്പെട്ടികൾ ഇറങ്ങി ചോദിക്കും, എന്തൊരു പിള്ളേ ഒന്നും ആയില്ലേ, അല്ല എന്താ ഇവരുടെ കാഴ്ചപ്പാട് എന്താ? ഇത് പിന്നെ അറിയാത്തൊരു സാഹചര്യമുണ്ട്. സാറേ മെയിൻ സാധനം കേട്ടോട്ടോ, നമ്മളെ പോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും നല്ല രീതിയിൽ ഇതിന് പരിശ്രമിക്കണം. അതുകൂടാതെ തന്നെ ഇതിന്റെ മുന്നിലും പിന്നിലും നമ്മൾ വേണ്ട രീതിയിൽ സഹകരിക്കാനും ഉണ്ട്. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പോക്ക് നടക്കുള്ളൂ. ഇതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഇനി എന്തെങ്കിലും ദയഭാഗ്യം കൊണ്ട് ഇവര് പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, എയർപോർട്ടിലേക്ക് നമുക്ക് ചെന്ന് നോക്കാം. എയർപോർട്ടിൽ ചെല്ലാൻ നേരത്ത് UK പോകുന്ന ഒരു പയ്യനാണ്. അവന്റെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ചേട്ടനുണ്ടാവും, ചേച്ചി ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, സർവത്ര ആൾക്കാരുമായിട്ടായിരിക്കും ഇവരങ്ങോട്ട് എയർപോർട്ടിലേക്ക് ചെല്ലണം. എയർപോർട്ടിൽ ചെന്ന് കണ്ണിന്റെ പോളയില് ഒരു 5 കിലോന്റെ മസിൽ കയറ്റി വെച്ച് കരയാതെ പിടിച്ചിരിക്കണ ആ പാവപ്പെട്ടവൻ അവന്റെ അപ്പനെയോ നോക്കും. ഗടാഗടീനായിട്ട് എന്ത് വിഷയം വന്നാലും ഇരുമ്പൊലൊക്കെ ഒഴിഞ്ഞോണം നിൽക്കണേ ആ കപ്പട മീസക്കാരൻ സെർലക്ക് പോയ പിള്ളേരുടെ സങ്കടത്തോടെ അവിടെ നിന്ന് തേങ്ങി കരയും. അത് കണ്ട് ആ പാവപ്പെട്ടവൻ തേങ്ങി കരയും. അത് കണ്ട് അവന്റെ അമ്മ കരയും, ചേട്ടൻ കരയും, ചേച്ചി കരയും, നാട്ടുകാരെയും വീട്ടുകാരെയും. എന്തിനേറെ പറയണോ, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണ എയർ ഹോസ്റ്റസ് വരെ നിന്ന് കരയും. ഇത് കണ്ടപ്പോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ പൊന്നോനെ എന്തിനാ ഇത്ര കട്ടപ്പെട്ട് പോണം, നിനക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ. ചെറു പുഞ്ചിരിയോടെ അവനങ്ങോട്ട് കയറി. വേറെ കുറെ ടീമുകളുണ്ട്. ഇവരിവിടുന്ന് UK വൈഫ് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോവാനുള്ള ഒരു പരിപാടിയില് ഇവരുടെ മെയിൻ പാട്ട് ഐ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂവി, ഇന്ന് കാണും നാളെ പിന്നെ കാണും മറ്റന്നാൾ. ഈ ഒരു പരിപാടിയും പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരങ്ങോട്ട് കയറി പോവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പൂ കൊടുക്കണ ഫോട്ടോ, പിന്നെ UK എയർപോർട്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ, പിന്നെ പുറത്തിറങ്ങിയിട്ട് വേറൊരു സെൽഫി. പിന്നെ എനിക്ക് അറിയാൻ പറ്റുന്ന വേറൊരു കേസ് ഇപ്പൊ പറയാൻ പറ്റില്ല. UK ഗവൺമെന്റ് അങ്ങോട്ട് ചെല്ലണവർക്ക് ഒരു ഐഫോൺ കൊടുത്തിട്ടാണോ ഉമാരകത്തേക്ക് കയറ്റി വിടണേ? എല്ലാവന്മാരും കയ്യിൽ ഐഫോൺ. ഇവന്മാര് കാരണമാണ് ഐഫോണിന്റെ ഡിമാൻഡ് ഇടിഞ്ഞതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം ഇതൊക്കെ പറയുമ്പോ ചെറിയ നെഞ്ചരിച്ചിലുണ്ടെങ്കിലും പറയാനുള്ളത് നമ്മൾ പറയണം. അസൂയാന്ന് കറക്കമ്പി പറയണ്ടേ, എനിക്കത് വിഷയമല്ല. ഇനി വേറെ കുറച്ച് ടീമുകളുണ്ട്. ഇവരുടെ മെയിൻ വിഷയക്കാർ ഇവരാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇവന്മാര് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാണ്, എടാ ബർഗർ കട്ട് തിന്നതിന് ഇന്നും സായിപ്പ് പിടിച്ച് കുഞ്ചിക്കടിച്ചു. കെയർ ഹോമിലെ കാർന്നോര് ഇന്നും നിലത്ത് അപ്പിയിട്ടു. ചുളുവിലക്ക് മേടിച്ച വണ്ടിയുടെ എഞ്ചിൻ കത്തിപ്പോയി. ക്രെഡിറ്റ് കാർഡിലെ ബില്ല് തീർന്നു. അല്ല ഞാൻ ആരാ, വൈക്കത്തപ്പനോ അല്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതിയോ? ഇവൻ ആഴ്ചയിൽ വിളിച്ച് ഇവന്റെ സങ്കടം പറഞ്ഞാന്നേ. പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായി. ഇവന്റെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവൻ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ എന്ന് കരുതി ആഴ്ചയിൽ വിളിച്ച് കാര്യം പറയുന്നേ. ഞാൻ സമ്മതിച്ചു കൊടുക്കും, പാവങ്ങൾ വല്ലവയ്ക്കും പോയി രക്ഷപ്പെടാൻ ചെയ്യും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവന്മാര് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണ്. വീട്ടിൽ എത്ര കടകെട്ടവനാണെങ്കിലും തിരിച്ച് വീട്ടിലേക്കും ഇവൻ മഹാരാജാവ്. അവിടുത്തെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹൃദയൻ ഇവൻ UK ചെന്ന് സർപ്രൈസ് സെന്റർ വീട്ടിലേക്ക് ഇവൻ മറ്റേ ഇത് കേട്ടിട്ട്, ഞാനിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത് പണ്ടെങ്ങോ പതിഞ്ഞ ഒരു ഫിലിം ക്യാമറയുടെ അകത്തേക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ അകത്തേക്ക് നൈറ്റ് നമ്മുടെ ക്യാമറ ഒക്കെ പിടിച്ച് അകത്തേക്ക് കയറി എല്ലാരും സർപ്രൈസ് ആക്കി വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്തെത്തി. അമ്മ ചെരവയ്ക്ക് അവന്റെ തലടിച്ച് ചതറിച്ചുള്ളത്. ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, തള്ള എന്ത് പരിപാടി കാണിച്ചേ? ആ വന്ന ചെറുക്കന്റെ തലയടിച്ച് വിളിച്ചെന്തേ? അവന്റെ അമ്മ പറയാണ്, UK പോണെന്ന് വാശി പിടിച്ച് 10-30 ലക്ഷം രൂപ വീട് പണയം വെച്ച് ലോൺ എടുത്ത് UK കയറ്റിയിട്ടവൻ ജോലി വാരാന്നും പറഞ്ഞുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന അവന് ഞാൻ ഇവിടുത്തെ ഇടവകപ്പള്ളിയിലെ പുണ്യാളം പിടിച്ചു മാറ്റിയിട്ട് അവനെ കയറ്റിയിട്ടിട്ട് അച്ഛനോട് കൊന്തെത്തിക്കാൻ പറയാം. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവന്റെ അമ്മ പറയാണ്, ചെതറിത്തെറിച്ച തലച്ചോറ് വാരിക്കെട്ടി പൊതിച്ചോറിലാക്കി അടുത്ത ആഴ്ച കാനഡയ്ക്ക് പൊക്കോളം പറയണം, അല്ലെങ്കിൽ നിന്റെ തലയടിച്ച് വിളിക്കും. പ്രത്യേകിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാറില്ല. വേറെ കുറെ ടീമുകളുണ്ട്. ഇവന്മാര് നാട്ടിൽ വന്ന എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് ആണ്. ഡീസന്റ് എന്നൊക്കെ പറഞ്ഞ ആളിയാ ബൈക്കിൽ പോവാം, കയറി പോവാൻ ഷർട്ട് ചുളുങ്ങൂടോ. ശരി, നീ വന്റെ അമ്പലത്തിലൊക്കെ ചെന്ന ചന്ദനത്തോട് ഒരു ഇവന്മാരെ അനുവാദം ചോദിക്കുന്നു, ഞാൻ നിന്നെ ഒന്ന് ചോർത്തിക്കോട്ടെ ചന്ദനമേന്ന്. അമ്മാര് ഡീസൻസി. ഇവന്മാരെ ചെറു മദ്യസൽക്കാരും വയ്ക്കും. അപ്പോഴാണ് മെയിൻ സാധനം. യൂറോപ്യൻ മദ്യശൈലിയില് അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കുമുള്ള പ്രാവീണ്യം എന്ത്? അത് പറഞ്ഞുതരാം.
അത് കഴിഞ്ഞിട്ട് മദ്യം എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ കുളിക്കുമ്പോ ഇങ്ങനെ കുളിന്ന് കുളിക്കണം. എന്നാലാണ് അതിന്റെ ഒരു സത്ത അങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇങ്ങനൊക്കെ പറയുമ്പോ ഞാൻ ആലോചിക്കുന്ന മറ്റൊരു കേസാണ്. കരള് കരിയോയിൽ അടിച്ചിട്ട് ഈ അമ്പലത്തിലെ സർപ്പം തുള്ളലിൽ ചെന്ന് സർപ്പത്തിനോട് റെസ്റ്റ് ചെയ്യാൻ പറയടാ, ഇനി ഞാൻ കിടന്ന് ട്യൂബിട്ട് തുള്ളാന്ന് പറഞ്ഞ ടീമൊക്കെയാണ് ഈ പ്രഹസനം കാണിക്കണേ. പക്ഷെ ഇതൊക്കെ കല്യാണം കഴിക്കാനുള്ള ഒരു പരിപാടികളാണ്. പാവങ്ങൾ എന്തെങ്കിലും ആവട്ടെ. അവനാളൊരു മാന്യനാ. നാട്ടില് നമ്മളിപ്പോ രക്ഷപ്പെട്ടു UK പോയിട്ട്. നമ്മളെ കെട്ടറ പെണ്ണിന് ഇത്തിരി കാശില്ലെങ്കിലും കുഴപ്പമില്ലടാ, നമുക്ക് കൊണ്ടടക്കാം, 10ാം ക്ലാസ് തോറ്റാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ടു പറഞ്ഞു എനിക്ക് സെറ്റാണ്, നീ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചോ. പെണ്ണ് പറഞ്ഞു ഞങ്ങളിപ്പോ മെയിനായിട്ട് കാനഡയുടെ നടുക്കുള്ള ടൊറന്റോ സിറ്റിയുടെ ഉള്ളില് താമസിക്കണ പയ്യന്മാരെ നോക്കണുള്ളൂ. അപ്പൊ ഇവൻ എന്നെ നോക്കിയപ്പോ ഞാൻ പെണ്ണിന് എന്താ പരിപാടി പറഞ്ഞു. പെണ്ണ് രാവിലെ എഴുന്നേക്കും, ചായ കുടിക്കും, ഫ്രണ്ടിൽ പോയിരിക്കും, കസേര ചൂടാവും, തിരിച്ചകത്ത് കയറി വരും, ചോറുണ്ണും, സെറ്റ് ചൂടാവും, അത് കഴിഞ്ഞ് കിടക്കയിൽ പോയി കിടക്കും, കിടക്ക ചൂടാകുമ്പോ എണീറ്റ് മിറ്റത്തിരിക്കും. അത് നല്ലൊരു പരിപാടിയാന്ന് ഞാനും പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് തേക്കാത്ത വീട്ടിലേക്ക് നോക്കിയിട്ട് അവൻ നിറ കണ്ണുകളോട് എന്റെ അടുത്ത് പറഞ്ഞത് നാടെല്ലാം ദുഃഖമാണ് ഉണ്ണി, UK യല്ലോ സുഖപ്രദം എന്ന് വേണ്ട വീട്ടിൽ പോയി. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതെങ്കിലും തരത്തില് എൻ്റെ കൂടെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള UK ബോയ്സിന് ഇത് അവഹേളിച്ചുവെങ്കിൽ വിട്ട് പിറവേ, ഇതൊക്കെ ഉള്ള കേസല്ല. ഞാൻ അല്ലാണ്ട് വേറെ ആരും വന്ന് ഇതൊക്കെ പറയണ്ട, ഇതൊക്കെ നാലാൾ അറിയണ്ടാ. നല്ല രീതിയിൽ പണി കൊടുത്തല്ലേ UK-ക്കാർക്ക്, UK-ലുള്ള മലയാളികളൊക്കെ. അവൻ ചെയ്യാത്ത കാര്യം അവന്റെ തലയിൽ കെട്ടി വെക്കല്ലേ. വെറുതെ അങ്ങനെ ഈ ഓൺലൈൻകാര് കെട്ടിങ് ഇടുന്ന പോലെ ആയത്. ഇവനായിട്ട് കെട്ടിന്റെ പണി കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നുമല്ല, അവൻ വളരെ നിർദോഷമായിട്ടുള്ള തമാശ പറഞ്ഞത്. അബിൻ മേരി സ്റ്റീഫ വളരെ നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. നമ്മളൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ള കണ്ടിട്ടുള്ള നമുക്ക് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി അവിടെ പോയിട്ടില്ലെങ്കിലും ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ഗംഭീരമായത്. തന്റെ ശൈലി വളരെ നന്നായിട്ടുണ്ട്. അബിൻ മേരി ഗംഭീരമായിരുന്നു എന്ന് വെച്ചാല് എനിക്ക് ആ വോയിസ് മോഡുലേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇങ്ങനെ നല്ല അതിങ്ങനെ കയറ്റവും ഇറക്കവും എന്നൊക്കെ പറയാ. ഇങ്ങനെ ചില വണ്ടികളൊക്കെ ഇങ്ങനെ ചില മലയെ കയറുന്ന പോലെ ചില സമയത്ത് കയറും, ചിലപ്പോൾ കുത്തനെ ഇറങ്ങും. ഗംഭീരമായിരുന്നു. എടുക്കാൻ നല്ല കമന്റ്സ് ആണ് കിട്ടിയത്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമ്മൾ ഈ പറഞ്ഞു വച്ച പോലെ തന്നെ സാധനങ്ങൾ മോളെ കല്യാണവും പ്രസവമൊക്കെ ആകുമ്പോ ഒന്ന് പറയണേ, ഫോട്ടോ എടുക്കാനാ. സാർ പോവാ, ലേറ്റ് പോവാ. എന്തായി ഓടിന്റെ മുകളിൽ കയറണ്ടേ, തൂങ്ങി ഇറങ്ങാൻ. അതെ, ഞാൻ പറഞ്ഞ മറ്റേ സംഭവം ചെയ്തിട്ടുണ്ടോ? പിഷാരയുടെ മോളിൽ കയറി ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്ത് പിഷാരുടെ മേളിൽ തന്നെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. കിളിക്ക് സാധനം വിട്ടുതരാം. ഇതാണോ വേചേട്ടൻ പിഷാരടിയുടെ മേളിൽ കയറി ഇരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത്? ചോദിച്ചു എന്നോട്. ചക്രവാണി എന്തോ, ചക്രവാണി എന്തോ, എന്തിനാ എന്നെ തല്ലിയത്? നിങ്ങളുടെ ഡീലി പപ്പാതി ആയിരുന്നല്ലോ, പകുതി അവർക്ക് കൊടുത്തിട്ടുണ്ട്, പകുതി നിനക്ക് തന്നാ കേട്ടോ. മൈജി ഫ്യൂച്ചർ ഫണ്ട് ബേബി ഫണ്ടിലെ ഇന്നത്തെ വിജയ് ആരാന്നറിയാം. അതിനു മുന്നായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ലാൽ സാർ ആൻഡ് രമേശ് ചേട്ടൻ. നമുക്ക് നമ്മുടെ മത്സരാർത്ഥിയും കൂടെ വേദിയിലേക്ക് വിളിക്കാം, അബിൻ ആൻഡ് ജോസ്. അടുത്തതായി വൗസസ് വൗ മൊമെന്റ്. ഈ ഇടയ്ക്ക് നമ്മുടെ സഹൃദയൻ ഇവൻ UK ചെന്ന് സർപ്രൈസ് റിവ്യൂയിലേക്ക് ഇവൻ മറ്റേ ഇത് കേട്ടിട്ട്
ഞാനിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത് പണ്ടെങ്ങോ പതിഞ്ഞ ഒരു ഫിലിം ക്യാമറയുടെ അകത്തേക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് നൈറ്റ് നമ്മുടെ ക്യാമറ ഒക്കെ പിടിച്ച് അകത്തേക്ക് കയറി എല്ലാരും സർപ്രൈസ് ആക്കി വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്തെത്തി അമ്മ ചിരവയ്ക്ക് അവന്റെ തലടിച്ച് ചതറിച്ചളഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, തള്ള എന്ത് പരിപാടി കാണിച്ചേ? ആ വന്ന ചെറുക്കന്റെ തലയടിച്ച് വിളിച്ചെന്തേ? അവന്റെ അമ്മ പറയാണ്, UK പോണമെന്ന് വാശി പിടിച്ച് 10-30 ലക്ഷം രൂപ വീട് പണയം വെച്ച് ലോൺ എടുത്ത് UK കയറ്റിയിട്ടവൻ ജോലി വാരാന്നും പറഞ്ഞുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന അവന് ഞാൻ ഇവിടുത്തെ ഇടവകപ്പള്ളിയിലെ പുണ്യാളം പിടിച്ച് മാറ്റിയിട്ട് അവനെ കയറ്റിയിട്ട് അച്ഛനോട് അവരെ കൊണ്ടെത്തിക്കാൻ പറയാം. വിജയ് ആരാന്ന് അറിയുന്നതിന് മുന്നോടിയായി മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഇന്നത്തെ ഈ ഇൻസ്പിറേഷണൽ സ്റ്റോറി പറയുന്നതിന് ഒരു വാൽകഷ്ണം ഉണ്ട്. ഇത്തരത്തിലുള്ള പല പരിപാടികളുടെയും പിന്നണി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, സംഘടിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽപ്പെട്ട ടെൻഷനുകൾ വരാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പരിപാടി ഞാൻ അവതരിപ്പിക്കുന്നു. അതിൽ അനശ്വര സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോ അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കൈതപ്രം തിരുമേനി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചു. രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ വരാമെന്ന് സമ്മതിച്ചു. ഇങ്ങനെ കുറെ അധികം അതിഥികളൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ തിരുമേനി ഉണ്ടെങ്കിൽ വരാമെന്നാണ് രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും വരുന്ന ഒരു പരിപാടിയാണ്. നാളെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് എങ്കിൽ ഇന്ന് വൈകുന്നേരം കൈതപ്രം തിരുമേനി എന്നെ വിളിച്ചു പറഞ്ഞു, രമേശ്, എനിക്ക് നല്ല പനിയും വയ്യായ്മയൊക്കെയാണ്, എനിക്ക് പരിപാടിയിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം രവീന്ദ്രൻ മാഷെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പെട്ടെന്ന് വന്നാൽ അത് ശരിയാകില്ല. അവർക്ക് രവീന്ദ്രൻ മാഷ പാട്ടുകളെ കുറിച്ച് അറിയണം, ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. ഇങ്ങനെ ഒരുപാട് കണ്ടീഷനുകളുണ്ട്. തിരുമേനി പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അസ്വസ്ഥതയായി. ഞാൻ എന്ത് ചെയ്യും, ആരെ കിട്ടുമെന്നുള്ള ടെൻഷനായി. ചിലപ്പോൾ തിരുമേനി വരില്ല എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മാഷ ഭാര്യ അതിൽ നിന്ന് പിന്മാറിയാൽ എനിക്ക് ടെൻഷനാവും. വല്ലാത്ത ടെൻഷനായി. ഒടുക്കം ഞാൻ മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യനന്ദിക്കാട് സാറിനെ വിളിച്ചു. സത്യനന്ദിക്കാട് സാർ അങ്ങനെ ടെലിവിഷൻ പരിപാടികളിൽ ധാരാളമായി പോകുന്ന ഒരാളല്ല. സത്യനന്ദിക്കാട് സാറിനെ വിളിച്ചിട്ട് എന്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ ഇന്ന പോലൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തിരി സീനിയർ ആയിട്ടുള്ള, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തെ പോലെ ഒരാളെ ആദരിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരാൾ വന്നാലേ ഈ പരിപാടി വിജയിക്കൂ. ഇതിപ്പോ രാത്രി ഇത്രയും സമയമായി, സാറിന് നാളെ വരാൻ പറ്റുമോ? കാരണം നമ്മൾ വളരെ ജാള്യതയോടുകൂടിയാണ് വിളിക്കുന്നത്, വളരെ വൈകിയല്ലേ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ വലിയ തിരക്കിൽ നിൽക്കുന്ന സമയമാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല തിരക്കിലാണ്, പക്ഷെ നിങ്ങളൊരു കാര്യം പറഞ്ഞതിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നാളെ എത്ര മണിക്കാണ് വരേണ്ടത്? 9 മണിക്ക് വരണം. ഞാൻ പറഞ്ഞു ശരി, അപ്പൊ വണ്ടി വിട്ടോളൂ, 9 മണിക്ക് വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഷൂട്ടിങ്ങിന്റെ അന്ന് ഒരു 6-6:30 മണിക്ക് രാവിലെ ഞാൻ എണീറ്റ് എന്റെ ഫോൺ നോക്കുമ്പോൾ കാണുന്നത് കൈതപ്രം തിരുമേനിയുടെ 2-3 ഫോണുകളാണ്. ഞാൻ എടുത്ത് തിരിച്ചു വിളിച്ചപ്പോ പറഞ്ഞു, രമേശ്, പനിയൊക്കെയാണ്, പക്ഷെ എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. രവീന്ദ്രന്റെ പരിപാടിയല്ലേ, ഞാൻ പുറപ്പെട്ടു, പകുതി വഴി എത്തി എന്ന് പറഞ്ഞു. അപ്പൊ സത്യനന്ദിക്കാടുമായി കൈതപ്രം തിരുമേനിയുമായി ഞാൻ ആകെ ടെൻഷനായി. രണ്ടുപേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം ആ പരിപാടിക്കില്ല. അപ്പൊ ഇന്നലെ രാത്രി വളരെ ക്ഷമയോടെ വരുമോന്ന് ചോദിച്ച ഒരാളോട് രാവിലെ തിരിച്ചു വേണ്ടെന്ന് പറയണം. അതാര്? എന്നെ പോലൊരാൾ, സത്യനന്ദിക്കാട് സാറിനെ പോലെ ഒരു വലിയ സംവിധായകനോട് ഈ കാര്യം പറയണം. ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇന്ന പോലൊരു കാര്യം സംഭവിച്ചു, തിരുമേനി വരുന്നുണ്ട്, ആ തിരക്കിൽ നിന്നാണ് വരുന്നത്, വരണ്ട, വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു ചീത്ത പറയാനൊക്കെ അവകാശമുള്ള ഒരാളെന്നുള്ള നിലയിലും സാഹചര്യം എന്ന നിലയിലും അദ്ദേഹം പറഞ്ഞു, ആണോ, അങ്ങനെയാണെങ്കിൽ വളരെ ഉപകാരം എന്നുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വളരെ ഉപകാരം, ഞാൻ ഈ ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ തുടരാം. ജോൺസൺ മാസ്റ്റർ എപ്പിസോഡ് വരുമ്പം എന്നെ വിളിച്ചോളൂ, ഞാൻ അതിലേക്ക് പങ്കെടുക്കാൻ വരാമെന്നൊരു ഓഫർ തന്ന് അദ്ദേഹം ഫോൺ വെച്ചു. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഈ പരിപാടി ഇതേപോലെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ജനാർദ്ദനൻ ചേട്ടനായിരുന്നു നമ്മുടെ എപ്പിസോഡിൽ അതിഥിയായിട്ട് വരേണ്ടത്. ജനാർദ്ദനൻ ചേട്ടനെ ഞാൻ വിളിച്ചെല്ലാം സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ജനാർദ്ദനൻ ചേട്ടൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ ഒച്ച അടഞ്ഞു, എനിക്ക് വയ്യാടായി, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ലാൽ സാറിനെ ഞാൻ വിളിക്കുന്നത്. രാത്രി 10 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടിംഗ് ഉണ്ട്, എങ്ങനെയെങ്കിലും വന്നേ പറ്റുള്ളൂ, സാഹചര്യം എനിക്ക് മനസ്സിലാകും, വണ്ടി വിട്ടോളൂ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് ലാൽ സാറിനെ ഇവിടെ വെക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെക്കാൾ ചില വലിയ ആളുകൾ നമ്മൾ അവരിലുണ്ട് എന്ന് വിചാരിക്കുന്ന വലിപ്പത്തെക്കാൾ വലിപ്പത്തിലോട്ട് വളരുന്നത് ഇത്തരം ചില ആക്ടുകളിലൂടെയാണ്, ഇത്തരം ചില കാര്യങ്ങളിലൂടെയാണ്. നമുക്ക് അവരോടുള്ള ബഹുമാനം, നമുക്ക് അവരോടുള്ള സ്നേഹം, അവരിൽ നിന്നും മാതൃകയാക്കണമെന്ന് തോന്നുന്ന ചില കാര്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള വലിയ പ്രൊഫൈലിലുള്ള ആളുകൾ
ഇത്തരം ചില സാഹചര്യങ്ങളോട്, അത് കലാലോകത്ത് ഒരു പരിപാടിയിൽ ഒരു കലാരൂപത്തിന് ഇത്തരത്തിൽ അവസ്ഥയുണ്ടെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അതിൽ കൃത്യമായി ഇടപെടേണ്ടത് ഉത്തരവാദിത്വമാണ് എന്ന അവരുടെ ബോധം കൊണ്ട് വരുന്നതാണ്. ഒരുപക്ഷെ ആ ബോധ്യങ്ങളാണ് ഇവരെ എല്ലാം ഇത്ര വലിയ കലാകാരന്മാരായി ഇപ്പോഴും നിലനിർത്തുന്നത്. ഇനി അടുത്തതായി ഇന്നത്തെ വിജയ് ആരാന്നറിയണ്ടേ ലാൽ സാർ? ഇന്ന് രണ്ടുപേരും നല്ല ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിലും ഒരാൾക്ക് 1ാം സമ്മാനവും ഒരാൾക്ക് 2ാം സമ്മാനവും കൊടുക്കേണ്ട ഒരു പ്രശ്നമുള്ളത് കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അബി മേരി സ്റ്റീവ്. ജോസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഉഗ്രനായിരുന്നു കേട്ടോ ജോസിന്റെ പ്രകടനവും, അത് എടുത്തു പറയാതെ വയ്യ.